കള്ള് കുടിക്കുന്ന എന്തോ ഒരു വീഡിയോ അങ്ങനെ ഇട്ടായിരുന്നു. കഥ ഓർമ്മ. എന്റെ ലിപ്സ്റ്റിക് ഏതാന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. സോ ഫോർ മൈ ഫാൻസ് ഞാൻ പറഞ്ഞു തരികയാണ്. അറിയത്തില്ല, സാധനം എനിക്കെന്റെ ചേട്ടൻ വാങ്ങിച്ചു തന്നാണ്. അതുപോലെ ഇത് എനിക്ക് ഇവൻ വാങ്ങിച്ചു തന്നാണ്. ഇത് മോതിരം ഇപ്പോഴാണ് എനിക്ക് വ്ളോഗിൽ കാണിക്കാൻ പറ്റിയത് ഗൈസ്. ഇത് കൊള്ളാണ്ട്. പിന്നെ എനിക്ക് ഒരു കമ്മല് മേടിച്ചായിരുന്നു, ഒരു ജിമിക്ക് കമ്മല്. പിന്നെ എനിക്ക് രണ്ടല്ലാത്ത കമ്മൽ മേടിച്ചു തന്നായിരുന്നു. ഇവനെയാണോ നീ പെണ്ണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്? അവളോട് പറഞ്ഞ അവളോട് ഒരു പെണ്ണും വരുന്നുണ്ടോ? പിന്നെ അതിന് എന്റെ വീഡിയോ വരുന്ന പേടിയാ. പിന്നെ പബ്ലിസിറ്റി നിന്റെ കൂടുതലുള്ള എല്ലാരും ഇൻട്രോവേർട്ട് ആട്ടോ. സോഷ്യലൈസല്ലോ ബാസിന് ഒട്ടുമല്ല. ബാസിനെ കിട്ടാത്തോണ്ടാ. ബാസിനെ കാണുന്നില്ലല്ലോ. അതെ, ബാസിന് സാഹചര്യമാണ് ഇവളോട് വേണ്ടത്. എനിക്ക് അങ്ങനെ ഇച്ചിരി ഔട്ട് ഓഫ് സിലബസ് പറയുന്ന ആൾക്കാരെ വേണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടില്ല എനിക്ക്. കണ്ടേ ഉള്ളൂ. ഇനി അതൊരു എന്നെ അലക്സ ഉണ്ടല്ലോ, അത് അലക്സയല്ല. ഹേ ബാസ്റ്റൻ പ്ലേ സം മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ ചോദിക്കും വിച്ച് മൂഡ് ഡു യു വാണ്ട്. അപ്പൊ നമ്മൾ ഏത് മൂഡിലുള്ള പാട്ടാ വേണ്ടെന്ന് ചോദിക്കണം. അപ്പൊ ബാസ്റ്റൻ ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങും. അത് നിർത്തത്തൊന്നുമില്ല, 2-3 മണിക്കൂർ ഇരുന്ന് പാടും. അതെ, ആ ബിസ്ക്കറ്റ് മൊത്തം വായിത്തിരിക്കേറ്റി വെച്ചു. എന്നിട്ടോ പാട്ട്. എങ്ങനെയാ കൊടൈക്കനാല് പോയത് ആ പുള്ളീനെ കൊണ്ട്? ശനു ഓരോ മറ്റേ ചായ പിടിക്കുന്ന ഇവിടെ നിർത്തും, എന്നിട്ട് 2 50 കൊണ്ട് വരും. കണ്ടതുണ്ട് വെളുപ്പിനെ എത്തിയെന്നാ പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോ ഉറങ്ങുമായിരുന്നു. ഞാൻ രാവിലെ ഒന്ന് വിളിച്ചു എന്റെ പരിപാടിയും ചോദിച്ചു. 5 മണിയൊക്കെ അപ്പൊ പറഞ്ഞു ബൂഫറുണ്ടോ അത്തേ, ബൂഫറുണ്ടോ? അത് കുഴപ്പമില്ല. എന്നിട്ട് ഈ വണ്ടിക്ക് എത്രയൊക്കെ അടിക്കണം എന്നോട് ചോദിച്ചു. ഞാനിപ്പോഴും 500 രൂപയ്ക്കല്ലേ അടിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്റെ ഇഷ്ടത്തിന് അടിച്ചോളം പറഞ്ഞു. പുള്ളി ഫുൾ ടാങ്ക് ഇതിനെ അടിച്ചു. ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി ഫുൾ ടാങ്ക് ഒക്കെ കാണുന്നപ്പോ എടാ പാല വരെ പോയാലും പുള്ളി വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിച്ചതാ. നിങ്ങൾ പറഞ്ഞു ഉറക്കെ പറഞ്ഞു. നിങ്ങളുടെ മുഖം വരത്തില്ല, സൗണ്ട് മാത്രമേ വരത്തുള്ളൂ. സത്യം. എന്നിട്ട് ഇതും കൊണ്ട് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പൊ എനിക്കൊരു പേടി, ഇനി ഇതിന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ടാങ്കിന് വല്ല ഓട്ടോ വരുമെന്ന്. ഞാനപ്പോ എന്നെ അപരന്റെ അടുത്ത് ചെന്നു. അപരന്റെ വണ്ടികളെ കുറിച്ച് എല്ലാം അറിയാം. അപ്പൊ അവരുടെ കൂടെ ബാംഗ്ലൂരിലുള്ളവർ അപരനും ഉണ്ട്. ശരിക്കും അവരൻ എങ്ങനെ ഈ വണ്ടിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽ അപരൻ ജനിച്ചപ്പോ അങ്ങനെയാ ഉണ്ടായത്. ശരിക്കും അപരനെ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോ പെൺപിള്ളേർക്ക് ക്രഷ് അടിക്കും കേട്ടോ. കാണണോ? പറഞ്ഞു. എന്നിട്ട് ബാക്കി എന്നിട്ട് നമ്മളവിടെ എന്നിട്ട് അപ്പൊ ഇവനും ഉണ്ട്, ജിത്തു ഉണ്ട് കൂടെ. അപ്പൊ ഞാനും ജിത്തു അപരനും കൂടെ. അപ്പൊ അപരൻ എന്തോ പാല് മേടിക്കാനും കേട്ടോ പേട്ടയ്ക്ക് വന്നതായിരുന്നു. അപ്പം അപരനെ വിളിച്ചോണ്ട് അവരാ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ അവരനെ വിളിച്ചോണ്ട് ഞങ്ങൾ എന്നിട്ട് വാഗമൺ പോയി. എന്നിട്ട് ഇതിന്റെ അകത്തുനിന്ന് പെട്രോൾ ഒന്നും കുറയുന്നില്ല. അപ്പം അവരന്റെ വീട്ടിലൊരു സമയത്തിന് ചെല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. ഈ വാഗമൺ പോയിട്ടല്ലേ വരുന്നത്. അത് പണ്ട് ഒരു 3 വർഷം മുമ്പല്ലേടാ, ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ പഠിക്കുമ്പോഴാ. എന്നിട്ട് അപ്പൊ ഇവൻ ലേറ്റ് ആയല്ലോ. ഇവൻ പിന്നെ വണ്ടി എടുത്തു, ജെറ്റ് ഊന്നലുണ്ട്. ഞാനും ജിത്തു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇത് ഈ അവരൻ തന്നെയാണോ ഇത്ര സ്പീഡിൽ പോകുന്നത്? അവരിന് ഇത്ര സ്പീഡിൽ പോകുന്ന അന്നായി ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ മിച്ച കിടക്കുക ഫ്രണ്ടിലോട്ട് കയറി കിടക്കുക. അതുപോലെ കിടക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പെട്രോൾ തീർത്താ ഇല്ല. പോയിട്ട് തിരിച്ചു വണ്ടിക്കകത്ത് പെട്രോൾ കിടക്കുക. ഒരു കട്ട എങ്ങനെ തീർന്നു? അത്ര വെയിലോ മാത്രല്ലടി, അതായത് അവരെന്തോ ടാങ്കിന്റെ അറ്റം വരെങ്ങാണ്ട് ഒട്ടിച്ച്. എനിക്ക് തോന്നുന്നു ഒരു ഇവന്റെ ഭയങ്കര
സേഫ് ഡ്രൈവിംഗ് നമുക്കുണ്ടല്ലോ, അത് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ. പക്ഷെ ഈ അങ്ങനെ ചിരിക്കുമ്പോൾ ആ വണ്ടി ഗിയറിലിട്ട് എടുക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ. ഇവരൊക്കെ ടൂറിസ്റ്റുകളാണ് ആണെന്ന്. പേട്ടക്കാർക്ക് കുറെ സ്വർഗമാണ്. നമ്മളോട് ഇറങ്ങുന്നുണ്ടോടാ? ഇവരൊക്കെ ബൂസ്റ്റാണ്. അവർക്കൊന്നും ക്യാമറ വരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വൈഡിടുവോ? വാഗമണ് വിത്ത് ഹോർലിക്സ് ബൂസ്റ്റ്. മഴ ഇനി മഴ പെയ്തിട്ട് ഒരു മാഗി നല്ല ടേസ്റ്റ്. എനിക്കും നിങ്ങൾക്കും തരുമോ? പുറകെ എടുക്കുന്നത് എന്റെ തല മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവന്റ് കിട്ടാമെങ്കിൽ ആ കൊള്ളാതെ. നീ നിന്റെ കൂട്ടുകാർക്ക് കൊടുത്തിട്ട് എനിക്ക് ഒന്നില്ലല്ലോ. അയ്യോ അത് വരും. വൈഡായിരുന്നു കേട്ടോ. സിനും ഉണ്ട്. ഇപ്പൊ ഇവിടെ തിരിക്കൂടെ ക്യാമറ, നമ്മള് പുറകെ വരും. ഓടിക്കോ. എന്നാലും നീ ഇവർക്ക് കൊടുത്തിട്ട് എനിക്ക് ഒന്നില്ലല്ലോടാ. അതിപ്പോ തരാലോ. ബജ്ജി വന്നു വേണ്ട. കഴിച്ചു. ദൈവം വിഷ്ണുവിന്റെ ജീവിതത്തിന്റെ പോയത്. വിഷ്ണു ഇനി ഒരു കാര്യമില്ല. ഇവൻ കാണിച്ചേ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ആ ചാട്ടാ ബജ്ജി ഇങ്ങനെ കടിച്ചിട്ട് വലിച്ചതാ. മുളക് നീ നൂരി വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല വിഷ്ണു. സാധനം കിട്ടിയിട്ടുണ്ട്. അത് കിടത്ത് എന്റെ കയ്യിൽ തന്നെ കിട്ടും. അന്നായിരുന്നു അത്ര എടുക്കില്ല. കഴിക്കോ?